എല്ലാവർക്കും നമസ്കാരം. ഡ്യുവാലിറ്റിയുടെ വീഡിയോസ് ആണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ മറ്റൊരു പ്രൈമൽ പ്രോബ്ലത്തിനെ ഡ്യുവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ആണല്ലോ. ആദ്യം തന്നെ കൺസ്ട്രെയിൻസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണല്ലോ. ഇനി മിനിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് ഡ്യുവൽ എഴുതുമ്പോൾ മാക്സിമൈസ് z' എന്ന് വേണം തുടങ്ങാൻ. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z' എഴുതാനായി പ്രൈമലിന്റെ കൺസ്ട്രെയിൻസിന്റെ റൈറ്റ് സൈഡിലുള്ള കോൺസ്റ്റൻസ് എടുക്കണം. പുതിയ വേരിയബിൾസ് ആയ y1 ആൻഡ് y2 യൂസ് ചെയ്യുമ്പോൾ 10y1 പ്ലസ് 24y2 എന്നാകുന്നു ഡ്യുവലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ഡ്യുവലിന്റെ കൺസ്ട്രെയിൻസ് എഴുതാൻ പ്രൈമലിന്റെ കൺസ്ട്രെയിൻസിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതുക. എന്നിട്ട് ട്രാൻസ്പോസ് എടുക്കുക. ഇനി ഈ ട്രാൻസ്പോസ് മെട്രിക്സ് ന്യൂ വേരിയബിൾസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുക. കൺസ്ട്രെയിൻസിന്റെ ഇനീക്വാളിറ്റി എന്തെഴുതണം? പ്രൈമൽ കൺസ്ട്രെയിൻസിന്റെ ഇനീക്വാളിറ്റിയുടെ റിവേഴ്സ് എഴുതുക, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി റൈറ്റ് സൈഡിലെ കോൺസ്റ്റൻസ് എഴുതാനായി പ്രൈമലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോഎഫിഷ്യൻസ് എടുക്കുക. 2, 3. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കൺസ്ട്രെയിൻസ് എഴുതാം. ആദ്യം ഫസ്റ്റ് റോ കൊണ്ട് y1 y2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1y1 പ്ലസ് 2y2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നു. റീറൈറ്റ് ചെയ്യുമ്പോൾ y1 പ്ലസ് 2y2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1y1 പ്ലസ് 3y2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. റീറൈറ്റ് ചെയ്താൽ y1 പ്ലസ് 3y2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അങ്ങനെ ഡ്യുവലിലെ എല്ലാ കൺസ്ട്രെയിൻസും കിട്ടിക്കഴിഞ്ഞു. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യുവൽ കംപ്ലീറ്റ് ആയി. വീഡിയോ ക്ലിയർ ആണെന്ന് കരുതുന്നു. താങ്ക്